ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈശോ അന്ന് മരിച്ചത്. ഓരോ പാപങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഈശോ അന്ന് കുരിശിൽ മരിച്ചത്. ഇനി ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഏറ്റവും വലിയ മാരകമായ പാപത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിലും അവരോട് പറയണം, ഈശോ എന്ന് പറയണം, നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ അന്ന് മരിച്ചതെന്ന് ഈശോ പറയണം. എന്ന് ഞാൻ സ്നേഹിക്കുന്നു. ഈശോ പറയണം, ഞാൻ സ്നേഹിക്കുന്നത് എന്നോട് കർത്താവെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നത്, മറ്റെന്തിനേക്കാളും ഉപരിയായി നിന്റെ മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. അവിടെ ഇരിക്കുന്ന എന്റെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്നിപ്പോ ഞാൻ ഇവിടെയാണ്, എന്റെ മാതാപിതാക്കള് ഇന്ത്യയിലും ഇരിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. പക്ഷെ എന്റെ കൂടെ, എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന എന്റെ നല്ലവനായ ദൈവം എന്റെ കൂടെ, എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് മറ്റെന്ത് സ്നേഹമാണുള്ളത്? അവിടെ ഇരുന്ന് തീരുമാനം എടുത്തു, ഇനി ഒരു അമ്പലവും ഇല്ല, ഒരു ആശ്രമവും ഇല്ല. പക്ഷെ സാത്താൻ അപ്പോഴും വന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, വീട്ടിലേക്ക് ചെന്നാൽ ചിലപ്പോൾ വെളിയിലാക്കും ഇതൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അടിയും കിട്ടും, ചിലപ്പോൾ വെളിയിലും ആക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷെ അപരിമേയമായൊരു ശക്തിയാണ് ഉള്ളിലേക്ക് കടന്നു വന്നത്. ആ ഭയം എല്ലാം ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുമ്പോൾ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. ആ ഭയം ദൈവം എടുത്തു മാറ്റി. കർത്താവിനോട് പ്രാർത്ഥിച്ച്, ഈശോയെ പോകുന്നേക്കുമ്പോ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഇതൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളുവോ അവരിതെല്ലാം അക്സെപ്റ്റ് ചെയ്യുമോ? പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വലിയൊരു അടയാളം, ഒരു അത്ഭുതമാണ് എനിക്ക് അവിടെ കാണിച്ചു തന്നത്. തളർവാദ രോഗിയെ കിടന്നിരുന്ന ഒരു മകൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയവരുണ്ടെങ്കിൽ അവർക്കെല്ലാം അറിയാം, രണ്ട് സൈഡിലും ധ്യാന കേന്ദ്രത്തിൽ, ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയാലും രോഗികൾ ഒത്തിരി കാണാം. ഹോസ്പിറ്റലൊക്കെ തഴഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ഏറ്റവും വലിയവനായ ഡോക്ടറിന്റെ അടുത്തേക്കാണ് പിന്നെ ലാസ്റ്റ് ഡോക്ടർമാര് തന്നെ പറഞ്ഞു വിടുന്നത്, ഇനി അങ്ങോട്ട് പോകും, അവിടെ ചെന്നാൽ അദ്ദേഹം എല്ലാം ചെയ്തു തരാൻ സാധിക്കുമെന്ന്. അതുപോലെ ഒരു രോഗി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ധ്യാനത്തിന് വന്നതാണ്. വിശ്വാസം നഷ്ടപ്പെടാതെ കർത്താവ് സുഖപ്പെടുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി അവന്റെ സഹോദരൻ കൂടെ നിന്ന് പരിചരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ധ്യാനം കഴിഞ്ഞ എല്ലാ ദിവസവും എൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഇത് കാണുമ്പോൾ സഹതാപം തോന്നി. എങ്കിലും ഞാനും ആലോചിച്ചു, ഇവിടെ വന്ന് കിടന്നിട്ട് എന്താ ചെയ്യാൻ സാധിക്കുക? പിന്നെ വിചാരിച്ച ദൈവം അവനെ സൗഖ്യപ്പെടുമെന്ന് അവര് വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ നാലാമത്തെ ദിവസം ദൈവം എനിക്കും കൂടെ വേണ്ടിയിട്ട് ആ മകനും അവന്റെ കുടുംബത്തിനും അവരുടെ മാനസാന്തരത്തിനും അവരുടെ വിശുദ്ധീകരണത്തിനും ആ മകന്റെ സൗഖ്യം, എന്റെയും വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ദൈവം അവിടെ കാണിച്ചു തന്നു. ആ മകൻ നാലാമത്തെ ദിവസം കുർബാന നടക്കുന്ന സമയത്ത് വൈകുന്നേരം ആ മകൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, 10-18 വയസ്സുള്ള ഒരു മകനാണ്, അവനെ എഴുന്നേറ്റ് നിന്ന് ആദ്യമായിട്ട് അവന്റെ കാലുകൾ ഉറപ്പിച്ച് ഭൂമിയിൽ ഉറപ്പിച്ച് അവൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി. അവൻ എഴുന്നേറ്റ് നിന്ന് കുർബാന കഴിഞ്ഞ സമയത്ത് അവന്റെ സഹോദരൻ അവനെ പിടിച്ച് കൊണ്ടുവന്നു, സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും ഉറക്കം സ്തുതിക്കുകയാണ്. അവന് നടക്കാൻ സാധിക്കുന്നില്ല. ഒരു കുഞ്ഞ് ആദ്യമായിട്ട് നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ കാണില്ല ഇങ്ങനെ വീഴാൻ പോണ പോലെ, അതുപോലെ അവൻ വീണ് പോവായിരുന്നു. കാര്യം അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ നടക്കരുന്നത് അവന്റെ ചേട്ടന്റെ തോളിൽ താങ്ങിയിട്ട് അവൻ നടന്നു വരുന്നു. യേശു എനിക്കുള്ള ഉത്തരം തരുന്നത്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് കർത്താവ് എനിക്കും കൂടി കാണിച്ചു തരുന്നത്. ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് കർത്താവ് എനിക്കത് തന്നത്, ഇനി ഇതിലും വലിയ എന്ത് തെളിവാണ് ഞാൻ നിനക്ക് തരേണ്ടത്? 18 വർഷമായിട്ട് തളർവാദം പിടിച്ചു കിടന്നിട്ടുള്ള രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ ഇതിലും വലിയ എന്ത് ഉത്തരമാണ്? ഞാൻ പറയുന്നത് മതി ഈശോയെ. സന്തോഷത്തോടുകൂടി യേശുവിനെ സ്വീകരിച്ച് അന്ന് 94 ധ്യാനമൊക്കെ കഴിഞ്ഞ് കർത്താവിനെയും കൂടെ അന്ന് കൂട്ടിയതാണ് ഈശോയെ കൂടെ. അന്ന് വന്നതാണ് ഹൃദയത്തിലേക്ക്. അന്ന് പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ എൻ്റെ കൂടെ അന്ന് വന്നതാണ് യേശു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അമ്മ ഓടി വന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് ഓടി വന്ന് ചോദിച്ച്, എന്താ മോനെ അവിടെ എന്താണ് നടന്നത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് എൻ്റെ വാക്കുകൾ ഇല്ലായിരുന്നു. വളരെ രൂക്ഷമായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തട്ടിക്കയറിയ ദേഷ്യ സ്വഭാവവും പാത്രമെടുത്ത് വലിച്ചെറിയ അങ്ങനെയുള്ള ഒത്തിരി ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരനായിരുന്നു ഞാൻ.
അവിടെ ഇരുന്ന് കരയായിരുന്നു. വാക്കുകളില്ലായിരുന്നു പറയാനായിട്ട്. അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കുറെ സമയത്തിന് ശേഷം ഞാൻ പതുക്കെ കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അവിടെ കണ്ടുമുട്ടി. യഥാർത്ഥമായ ദൈവം യേശു ക്രിസ്തുവാണ്. ഈ ദൈവത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ഇതാണ് യഥാർത്ഥമായ ദൈവം. ഈ വർഷകാലം മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതും ആശ്രമങ്ങളും ഇതെല്ലാം വെറുതെയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് ഉത്തരവൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കും എൻ്റെ അമ്മ. കർത്താവിൽ വരുന്നതിലേക്ക് മുമ്പ് ഒത്തിരി മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ദൈവത്തെ അറിയൂ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് ഉത്തരവില്ലായിരുന്നു. അമ്മയും അമ്മയുടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തത് അത് അതേപടി പാലിച്ചു വരികയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന ദൈവത്തെ കണ്ടു. ആ ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ദൈവത്തെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അനുഭവിച്ചറിഞ്ഞ ഒത്തിരി വ്യക്തികൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി യേശുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന, യേശുവിന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിട്ട് കൊണ്ട് നടക്കുന്ന ഒത്തിരി മക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, ജീവിക്കുന്നവനാണ്, ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത്. ഇനി ഒരിക്കലും എന്നെ ഒരു അമ്പലത്തിലേക്കും ഒരു ആശ്രമത്തിലേക്കും വിളിക്കരുത്, ഞാൻ വരില്ല. എന്നോട് വേദന തോന്നരുത്. അമ്മ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഇതാണ് എൻ്റെ തീരുമാനം. ഇതൊക്കെ പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് അതിലും വലിയ ടെൻഷനായി പോയി. പറഞ്ഞു വിട്ടത് അതിലും വലിയ ആപത്തായോ ഇവൻ ഇപ്പൊ ക്രിസ്ത്യാനിയായിട്ടാണല്ലോ തിരിച്ചു വന്നത്. ഇവന് ഒന്ന് മാറ്റങ്ങൾ വരാനായിട്ട് പറഞ്ഞു വിട്ടതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും ഇവൻ പൂർണ്ണമായിട്ട് ഇതിപ്പോ വേറെ എന്തോ പ്രശ്നം എന്നെ പെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമായിരുന്നു, ഒത്തിരി സമാധാനമായിരുന്നു. ജീവിതത്തില് അന്ന് വരെ ലോകത്തില് ഞാൻ കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്ന എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ള സന്തോഷം, അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ള സമാധാനം എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞു. ദൈവത്തിന്റെ സമാധാനം വന്ന് നിറയുമ്പോൾ ഈ ലോകത്തില് മറ്റൊരു കാര്യങ്ങൾക്കും ആ സമാധാനവും സന്തോഷവും നമുക്ക് തരാൻ സാധിക്കില്ല. ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മറക്കുവാനായിട്ട് ലോകത്തിന്റെ സന്തോഷത്തിന്റെ പിന്നാലെ പോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു കാര്യം അവർക്ക് തന്നെ അറിയാം, അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം, അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം ലഭിക്കുന്നില്ല. സത്യമല്ലേ? സത്യമല്ലേ? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. അതെല്ലാം നിങ്ങൾക്ക് മറക്കുവാനും അതിൽ നിന്നുള്ള മോചനം അത് നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ. ആ സ്നേഹമെല്ലാം അനുഭവിച്ച് തിരിച്ചു വന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സെയിൽസിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ വീട് എറണാകുളത്താണ് എൻ്റെ. അപ്പൊ സെയിൽസിലായതുകൊണ്ട് എവിടെ പോകുമ്പോഴും ഏതെങ്കിലും പള്ളി, അന്ന് ഏത് പള്ളിയാണ് എന്താണെന്നും അറിയില്ല, മാർത്തോമ, ഓർത്തഡോക്സ്, അങ്ങനെ ഒത്തിരി സഭയൊക്കെയുള്ളതുകൊണ്ട് എനിക്ക് ഏത് പള്ളി കണ്ടു കഴിഞ്ഞാൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പള്ളിക്കകത്തേക്ക് കയറും. ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പോയിരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. കാര്യം ഞാൻ അറിഞ്ഞ സന്തോഷം, ഞാൻ അറിഞ്ഞ സമാധാനം, ഞാൻ അറിഞ്ഞ സത്യദൈവം എൻ്റെ മാതാപിതാക്കളും അറിയണം, അവരും രക്ഷ പ്രാപിക്കണം, അവര് നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. എൻ്റെ വീട്ടുകാരെ എനിക്ക് ഒത്തിരി സ്നേഹമാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവർ നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും യഥാർത്ഥമായ സ്നേഹമാണ് അതെങ്കിൽ യേശുവിനെ അറിഞ്ഞു കഴിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിലിതായിരുന്നു, അവരും ആ നരകാഗ്നിയിൽ നഷ്ടപ്പെട്ടു പോകരുത്, അവരും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ പള്ളിയിലും പോലും പ്രാർത്ഥിക്കണം, ദൈവമേ അവരിൽ നീ പ്രവർത്തിക്കണമേ, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിനക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ വചനം, നിന്റെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ലേഖനം ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടുകയും. ഹല്ലേലൂയ.